Okay, students, let us continue with the SDLC stages. That is, the third stage is test case development. This phase involves creation, verification and rework of the test cases and the test scripts. Test data is identified or created and is reviewed and then reworked as well. അതായത് ഈ ഫേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് കേസിൻ്റെ അത് ക്രിയേറ്റ് ചെയ്യും, അതായത് ടെസ്റ്റ് കേസ് അതുപോലെ തന്നെ വെരിഫൈ ചെയ്യണം, അതുപോലെ തന്നെ റീവർക്ക് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ ടെസ്റ്റ് സ്ക്രിപ്റ്റ്സ് അതെല്ലാം ചെക്ക് ചെയ്യും. ദെൻ ടെസ്റ്റ് ഡേറ്റ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതും റിവ്യൂ ചെയ്തിട്ട് റീവർക്ക് ചെയ്യും. And the activities involved are create the test cases, review the test cases and scripts, and create the test data if the test environment is available. അപ്പം ഇതൊക്കെയാണ് ചെയ്യുന്നത്. അതായത് ടെസ്റ്റ് കേസസും സ്ക്രിപ്റ്റ്സും ഉണ്ടെങ്കിൽ അതെല്ലാം ക്രിയേറ്റ് ചെയ്ത് റിവ്യൂ ചെയ്ത് അതേപോലെ തന്നെ ടെസ്റ്റ് ഡേറ്റ ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ടെസ്റ്റ് എൻവയറൺമെൻറ്റ് സെറ്റപ്പ്. That is, the test environment decides the software and hardware conditions under which a work product is tested. This stage is one of the critical aspects of the testing process. അതായത് ഇവിടെ ഇപ്പം ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എൻവയറൺമെൻറ്റ് സെറ്റപ്പാണ്. അപ്പോൾ ഇത് ചോദിച്ചാൽ ഡിസൈഡ് ചെയ്യും, അതായത് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ കണ്ടീഷൻസ് അണ്ടർ വിച്ച് എ വർക്ക് പ്രോഡക്റ്റ് ഇസ് ടെസ്റ്റഡ്, എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ് അത് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ അതായത് ഒരു ക്രിട്ടിക്കൽ ആസ്പെക്റ്റ് ആണ് ടെസ്റ്റിംഗ് പ്രോസസ്സിൻ്റെത്. ടെസ്റ്റ് ടീം മേ നോട്ട് ബി ഇൻവോൾവ് ഇൻ ദിസ് ആക്ടിവിറ്റി ഇഫ് ദ കസ്റ്റമർ ഓർ ഡെവലപ്മെൻറ്റ് ടീം പ്രൊവൈഡ്സ് ദ ടെസ്റ്റ് എൻവയറൺമെൻറ്റ്, ഇൻ വിച്ച് കേസ് ദ ടെസ്റ്റ് ടീം ഈസ് റിക്വയർഡ് ടു ഡു എ റെഡിനെസ് ചെക്ക് ഓഫ് ദ ഗിവൻ എൻവയറൺമെൻറ്റ്. അതായത് ടെസ്റ്റ് ടീം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റിയിൽ എപ്പോഴാണ് ഇൻവോൾവ് ആവുന്നതെന്ന് വെച്ചാൽ അത് ആ ഒരു ഇത് പ്രൊവൈഡ് ചെയ്യാത്ത സമയത്താണ്. സപ്പോസ് ഇഫ് ദ കസ്റ്റമർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ടെസ്റ്റ് എൻവയറൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കേസിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല. ബട്ട് ആ കേസിൽ എന്ന് വെച്ചാൽ ദ ടെസ്റ്റ് ടീം വിൽ ബി റിക്വയർഡ് ടു ചെക്ക് ദ ഗിവൻ എൻവയറൺമെൻറ്റ്, ഒരു ചെക്ക് ചെയ്യേണ്ടി വരും. Activities എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർഡ് ആർക്കിടെക്ചർ, എൻവയറൺമെൻറ്റ് സെറ്റപ്പ് ആൻഡ് പ്രിപ്പയർ ദ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് ലിസ്റ്റ് ഫോർ ദ ടെസ്റ്റ് എൻവയറൺമെൻറ്റ്, സെറ്റപ്പ് ദ ടെസ്റ്റ് എൻവയറൺമെൻറ്റ് ആൻഡ് ടെസ്റ്റ് ഡേറ്റ, പെർഫോം റെഡിനെസ് ടെസ്റ്റ് ഓൺ ദ ബിൽഡ്. ഓക്കെ, അതായത് ഇത് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്തൊക്കെയാണ് ആർക്കിടെക്ചറും അതുപോലെ തന്നെ എൻവയറൺമെൻറ്റ് സെറ്റപ്പ് എന്താണ്, ആൻഡ് അതിനൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ദറ്റ് ഈസ് എ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് ലിസ്റ്റ് ഫോർ ദ ടെസ്റ്റ് എൻവയറൺമെൻറ്റ്. Then set up the test, അതായത് സെറ്റപ്പ് ടെസ്റ്റ് എൻവയറൺമെൻറ്റ് ആൻഡ് ടെസ്റ്റ് ഡേറ്റ അത് സെറ്റപ്പ് ചെയ്യുക ആൻഡ് പെർഫോം ദ റെഡിനെസ് ടെസ്റ്റ് ഓൺ ദ ബിൽഡ്. അതായത് ആ ഒരു ഇതിന് അവസാനം അത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ടെസ്റ്റ് നടത്തുക. Then fifth stage is test execution. That is, during this phase the testers will carry out the testing based on the test plans and the test cases prepared. Okay, അപ്പോൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത പ്ലാനും അതായത് ടെസ്റ്റ് കേസും അതനുസരിച്ച് ടെസ്റ്റ് ചെയ്യും. Okay, testers will carry out the testing. Bugs will be reported back to the development team for correction and retesting will be performed. അതായത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും ഡെവലപ്മെൻറ്റ് ടീമിലേക്ക്, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ റീടെസ്റ്റിംഗ്, അത് വീണ്ടും റീടെസ്റ്റിംഗ് പെർഫോം ചെയ്യും. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ദ ടെസ്റ്റ് ആസ് പെർ പ്ലാൻ, document the test results and log defects for failed cases, map the defects to test cases, track the defects to closure. അതായത് എക്സിക്യൂട്ട് ചെയ്യുക, അതായത് പ്ലാൻ പ്രകാരം ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക, പിന്നെ ഡോക്യുമെൻ്റ്, അതായത് ടെസ്റ്റ് റിസൾട്ടിനെ ഡോക്യുമെൻ്റ് ചെയ്യുക, അത് ഡോക്യുമെൻ്റ് ആക്കി വെക്കുക. ദെൻ ലോഗ് ദ ഡിഫെക്ട്സ്, അതായത് എന്തെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ അതും നോട്ട് ചെയ്ത് വെക്കുക ഫെയിൽഡ് കേസസിൻ്റെ കേസിൽ. ദെൻ മാപ്പ് ദ ഡിഫെക്ട്സ് ടു ദ ടെസ്റ്റ് കേസസ്, ട്രാക്ക് ദ ഡിഫെക്ട്സ് ടു ദ ക്ലോഷർ, അതായത് അവസാനം അത് ട്രാക്ക് ചെയ്യുക എന്തെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ടെസ്റ്റ് സൈക്കിൾ ക്ലോഷറാണ്. ദാറ്റ് ഈസ് ദ ടെസ്റ്റിംഗ് ടീം വിൽ മീറ്റ്, ഡിസ്കസ് ആൻഡ് അനലൈസ് ടെസ്റ്റിംഗ് ആർട്ടിഫാക്ട്സ് to identify strategies that have to be implemented in future, taking lessons from the current test cycle. അതായത് ഈ ഒരു കേസിലെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജിൽ ടെസ്റ്റിംഗ് ടീം എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്നു, ആനലൈസ് ചെയ്യുന്നു, എന്തെങ്കിലും എന്താണ് അതിൻ്റെ റിസൾട്ട്സ് എല്ലാം ചെക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതായത് ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടോ, അത് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇപ്പം കറണ്ട് ടെസ്റ്റ് സൈക്കിളിൽ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക ഫ്യൂച്ചറിൽ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് സൈക്കിൾ കംപ്ലീഷൻ ക്രൈറ്റീരിയ ബേസ്ഡ് ഓൺ ദ ടൈം, ടെസ്റ്റ് കവറേജ്, കോസ്റ്റ്, ക്വാളിറ്റി.
then prepare test metrics based on the above parameters, document the learning out of the project, then prepare test closure report, qualitative and quantitative reporting of quality of the work product to the customer, test result analysis. അതായത് ഇവിടെ ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നു സൈക്കിൾ കംപ്ലീഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടൈമും ടെസ്റ്റ് കവറേജും അതുപോലെ തന്നെ കോസ്റ്റ് എല്ലാം വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു ടെസ്റ്റ് മെട്രിക്സ് പ്രിപ്പയർ ചെയ്യുന്നു അതനുസരിച്ച് അതിൻ്റെ നേരത്തെ പാരാമീറ്റേഴ്സ് അനുസരിച്ച്. പിന്നെ ഡോക്യുമെൻ്റ് ആൻഡ് ലേണിംഗ് എന്തൊക്കെയാണ് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ലേണിംഗ്. ദെൻ ടെസ്റ്റ് ക്ലോഷർ റിപ്പോർട്ട് അവസാനം ടെസ്റ്റ് ക്ലോസ് ചെയ്യുന്ന റിപ്പോർട്ട്. ദെൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിപ്പോർട്ടിംഗ് ഓഫ് ദ ക്വാളിറ്റി അതായത് എന്താണ് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്. ദെൻ ടെസ്റ്റ് റിസൾട്ട് അനാലിസിസ്. So this is all about the software testing topic.